എന്റെ നാട്ടിലെ എല്ലാ മണൽപ്പണിക്കാർക്കും പ്രിയ സുഹൃത്തുക്കളെ, എന്നും നിറഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് മണലെടുത്ത് കുടുംബം കഴിയുന്ന പ്രിയ സുഹൃത്തുക്കൾക്കായി സ്നേഹപൂർവം ഈ ഗാനം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ച് നിന്റെ വീടിനെവിടെയാ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട് ചാലിയാർ പുഴ അരികത്താ. പിന്നെ ഈ താത്ത എന്നോട് ചോദിച്ച് അവിടുള്ളോർക്കിന്ന് പണിയെന്താ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട് ചാലിയാർ പുഴ തീരത്താ. നിങ്ങൾക്കിത് മോന്തൊക്കെ ലേശം തെളിച്ചം വെച്ചിരിക്കണല്ലോ, എന്താ പറ്റി? 2-3 മാസത്തിനിടക്ക് ഇതൊന്നും ഇല്ലേ? അതുകൊണ്ട് ചോദിച്ചാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. 2-3 മാസമായില്ല മണി പനില്ലാതെ വയങ്ങ് നടക്കുകയാണ് നമ്മള്. ചെരുപ്പ് തേഞ്ഞ് കഴിഞ്ഞ് ആകെ ഓട്ടായി. അത് പേരായാലും ഒന്ന് മാറ്റണം. പിന്നെ തിന്നാൻ കിട്ടാഞ്ഞിട്ട് കുട്ടികളെ ചുമരുമ്പം കയറൽ തുടങ്ങിയിരുന്നു. ഈ പേരായാലും പേറി നോക്കാനില്ല. നാളെ നേരം വെളുക്കുമ്പോത്തിന് കൊട്ടിയും കോരിയും നെറ്റിയായിട്ട് സുബൈക്ക് തന്നെ പോയപ്പോയിറങ്ങിയാഞ്ഞ് നല്ല 1-ാം നമ്പർ മേടിയം പോയി കുത്തി നല്ല പേട വിളക്കണം നോട്ട് സുബൈക്ക് തന്നെ വാങ്ങി പേരെ പറഞ്ഞു. പുലരും മുമ്പേ കൊട്ടയും നെറ്റുമെടുത്തിട്ടിവരും ഇറങ്ങുന്നേ. ഒരു നേരത്തൊരു അന്നം തേടിവർ കാലത്തന്നെ ഇറങ്ങുന്നേ. പുലരും മുമ്പേ കൊട്ടയും നെറ്റുമെടുത്തിട്ടിവരും ഇറങ്ങുന്നേ. ഒരു നേരത്തൊരു അന്നം തേടിവർ കാലത്തന്നെ ഇറങ്ങുന്നേ. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ചു നിന്റെ വീടിനെവിടെയാ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട് ചാലിയാർ പുഴ അരികത്താ. സുലൈമാനെ, എന്നാ ഇപ്പൊ കൂലിപ്പണി തുടങ്ങുന്നത്? 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞു കേട്ടിക്കണേ. കുറച്ച് വർഷം കേട്ട് എന്റെ മുഖത്തിലേശോ തെളിച്ചും പെളിച്ചൊക്കെ ഉണ്ടായിനി. ഇനിയിപ്പോ കൂലിപ്പണി തുടങ്ങിയാല് ഏതായിട്ട് പോയി കിട്ടുമല്ലോ. ഇനിയിപ്പോ പോയിന്റ് നടുന്ന് കുറെ നേരം വെയിലങ്ങനെ കൊണ്ട് കാൽച്ചോറ് കടന്ന് പൊട്ടി തെറിച്ചിനെ കാണാം. ഒരു വെയിലത്ത് പുഴയുടെ നടുവിൽ മണലെടുക്കുന്നൊരു പണിക്കാരാ. മടിക്കൂടാതെ മണിക്കൂറോളം മണലെടുക്കുന്ന മണൽക്കാരാ. ഒരു വെയിലത്ത് പുഴയുടെ നടുവിൽ മണലെടുക്കുന്നൊരു പണിക്കാരാ. മടിക്കൂടാതെ മണിക്കൂറോളം മണലെടുക്കുന്ന മണൽക്കാരാ. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ചു നിന്റെ വീടിനെവിടെയാ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട് ചാലിയാർ പുഴ അരികത്താ. അല്ലോ, എന്താ ഇവിടെ പോയി പണിയൊക്കെ നിന്നിക്കണല്ലോ. 1-2 മാസമല്ല ഇവിടെ നിന്നിട്ട് എന്താ ഇപ്പൊ നാട്ടില് പറ്റിയത്? ദത്താങ്ങള് പറഞ്ഞേ ഇവിടെ പേരും പാരും 1.5 മുറ കിബിറുമായിട്ട് നടക്കല്ലേ മനുഷ്യന്മാര്. പിന്നെ എങ്ങനെ ഇവിടെ പണി നടക്കുക? അത് ശരിയാ, ഇവിടെ കുറെ കുടുംബം കഴിഞ്ഞോണ്ട് പോയി പണി കൊണ്ടാണല്ലോ. ചിലവർക്ക് അതൊന്നും അറിയില്ലല്ലോ. ഓർക്ക് അങ്ങോട്ട് നടന്നാ മതി. പലരും പലവിധ കളികൾ കളിച്ചിട്ടവരുടെ പണിയും മുട്ടിച്ച് അവരോ ഇവിടെ കാറിൽ വിലത്തി പണമുണ്ടാക്കി കൂട്ടുന്നേ. പലരും പലവിധ കളികൾ കളിച്ചിട്ടവരുടെ പണിയും മുട്ടിച്ച് അവരോ ഇവിടെ കാറിൽ വിലത്തി പണമുണ്ടാക്കി കൂട്ടുന്നേ. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ചു നിന്റെ വീടിനെവിടെയാ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട് ചാലിയാർ പുഴ അരികത്താ. കേക്കൂ, ഇവിടെ നിക്ക്. എത്താ തന്റെ ഇവിടെ ഇപ്പൊ കൊറേ ആയല്ലോ കൂലിപ്പണിയൊക്കെ ഉണ്ടായിട്ട്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അതിന് തന്റെ ഇവിടെ ചിലവർക്കൊക്കെ ഒരു വിചാരം ഈ ചാലിയാറും അതിലുള്ള മണലും ഓൽതാണ്, അതുകൊണ്ടാ. എന്നാലേ എനിക്കൊന്ന് കേക്കണോ? ഈ ചാലിയാറും അതിലുള്ള മണലും ഒന്നും ആരും അങ്ങൊന്നും ഉണ്ടോന്നല്ല. ആരെയോ അങ്ങൊന്നും ഉണ്ടോന്നല്ല. ഈ പുഴയും അതിലെ മണലും ഇന്നാരുടെ സ്വന്തം തൊട്ടല്ല. പലരുടെ മനസ്സിൽ പതിവായി തോന്നിടും ഈ പുഴ സ്വന്തം സ്വത്തെന്ന്. ഈ പുഴയും അതിലെ മണലും ഇന്നാരുടെ സ്വന്തം
അതിന്റെ ബാബുവേട്ട നിങ്ങളോട് പറയണ്ട കഥ. ഞാൻ ഇന്നലെ പള്ളേ പൈസ ഇട്ട് ഒരു ഹോട്ടലിൽ കയറിട്ടോ. എന്റെ അടുത്താണെങ്കിൽ 5 പൈസ ഇല്ല. ഞാൻ അവിടെ ഒരു തെര പൊട്ടിച്ച് ഇങ്ങോട്ട് പോന്ന്. ഇതൊന്നും മോണ്ടാണ് തര പൊട്ടിച്ചത്. വെള്ളത്തിലല്ലോ തര പൊട്ടിച്ചാല്. ആ തരല്ല ഞാൻ പറഞ്ഞത്. പൈസ ഇല്ലാത്തോല് നാളെ പൈസ തരാന്ന് പറയൂലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു പുതിയ തമാശ പോയാൽ മനസ്സിനെ ചോദിക്കാൻ. പാവം ഇവർ കുടിക്കണ കഞ്ഞിയിൽ മണ്ണിട്ടെന്തിനിലക്കുന്നേ. അവരും അവരുടെ കുടുംബവും ഒത്ത് ജീവിച്ചൊന്ന് കഴിഞ്ഞോട്ടെ. പാവം ഇവർ കുടിക്കണ കഞ്ഞിയിൽ മണ്ണിട്ടെന്തിനിലക്കുന്നേ. അവരും അവരുടെ കുടുംബവും ഒത്ത് ജീവിച്ചൊന്ന് കഴിഞ്ഞോട്ടെ. ഒരു നാളെന്നോടൊരു താത്ത ചോദിച്ചു, നിന്റെ വീടിനെവിടെയാ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട്, ചാലിയാർ പുഴയരികത്താ. പിന്നെ ഈ താത്ത എന്നോട് ചോദിച്ചു, അവിടുള്ളോർക്കിന്ന് പണി എന്താ? അന്നേരം ഞാൻ പറഞ്ഞു താത്താനോട്, ചാലിയാർ പുഴ തീരത്താ. ഇനി എന്തെങ്കിലും ഒന്ന് മണല് കിട്ടിയാ മതിയേനി.